അപ്പോൾ ഗൈസ് സ്ക്രീൻ റെക്കോർഡിലേക്ക് എല്ലാ കൂട്ടർക്കും സ്ക്രീൻ റെക്കോർഡെന്ന് ഷാഡോയിലേക്ക് എല്ലാ കൂട്ടർക്കും ബ്ലാക്ക് ഷാഡോയിലെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടർക്കും സ്വാഗതം. ആക്ച്വലി ഞാനാണെങ്കിൽ പങ്കിൻ തേടുന്നതിൻ്റെ തിരക്കിലായിരുന്നു. നമുക്ക് അടുത്തൊരു പങ്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ എന്തുകൊണ്ടും നല്ലതായിരിക്കും. ബിക്കോസ് ഇത് വില്ലേജ് ആണല്ലോ, വില്ലേജിൻ്റെ അടുത്ത് എന്തായാലും പങ്കിൻസ് കാണാനുള്ള ചാൻസ് ഉണ്ട്. ആൻഡ് ഞാനാണെങ്കിൽ റെക്കോർഡ് ചെയ്ത വീഡിയോസ് ഒന്നും സെറ്റ് ആയില്ല, കാരണം അയൺ ആർമറൊക്കെ ആക്കിയായിരുന്നു ഞാൻ. ബട്ട് അതൊന്നും ഐശ്വര്യമായിട്ട് റെക്കോർഡ് അല്ലെങ്കിൽ ഇത് തന്നെ റെക്കോർഡായെന്ന് ദൈവം തമ്മിൽ തന്നെ അറിയാം. സോ ഞാൻ വളരെ ദേഷ്യത്തിലാണ്. ഞാൻ എവിടെ നോക്കിയിട്ടും നമുക്ക് വേണ്ട സാധനം മാത്രം കണ്ടില്ല. പിന്നെ കഴിച്ച് നമുക്ക് അയൺ ടൂൾസ് നമ്മുടെ വെപ്പൺ സ്മിത്തിൻ്റെ വീട്ടിൽ നിന്ന് കിട്ടിയായിരുന്നു. ഇനി നമുക്ക് അല്ലെങ്കിൽ ഇപ്പോൾ അടുത്ത സ്ഥലത്തോട്ട് പോകുന്നതിന് മുമ്പ് ഞാൻ നേരെ തിരിച്ച് വീട്ടിലെത്തിയിട്ട് കാണാം കേട്ടോ. അത് വേണം നമുക്ക് വീട്ടിൽ. സോ ഞാൻ വീട്ടിലെത്തിയിട്ടുണ്ട്. ആൻഡ് ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇതിനകത്തോട് നമ്മുടെ കോപ്പർ ടൂൾസ് ആൻഡ് ആർമേഴ്സ് മാറ്റി വെച്ചിട്ട് നമ്മൾ അയൺ ടൂൾസിലേക്ക് അപ്ഗ്രേഡ് ആയിട്ടുണ്ട്. സോ നമുക്ക് ഇനി നമ്മൾ എന്തുകൊണ്ടാണ് ഇവിടെ വന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മൾ പങ്കിൻ കളക്ട് ചെയ്യാനാണ് തോന്നുന്നത്. സോ ഞാൻ അത് നിങ്ങളെ കാണിക്കണോ വേണ്ടയോ എന്നൊന്നും എനിക്കറിഞ്ഞൂടാ. ബട്ട് അത് കാണിച്ചില്ലേ നമ്മുടെ വീഡിയോയുടെ ലെങ്ത്ത് വല്ലാണ്ട് കുറഞ്ഞു, ബിക്കോസ് അത്രത്തോളം വലുതാണ് വീഡിയോ. സോ ഗായ്സ് നമ്മൾ വന്നു. കുറച്ച് പങ്കിന് ഇവിടെ കിട്ടുകൊണ്ട് നമുക്ക് ഇവിടുന്ന് കുറച്ചെണ്ണം എടുത്ത് തൂക്കിക്കൊണ്ടങ്ങ് പോകാം അല്ലേ. ആക്ച്വലി പങ്കി പൊട്ടിച്ച് പങ്കി ഇങ്ങോട്ട് കിട്ടുമോ? ഒറ്റ മതി, നമുക്ക് ഒറ്റ ഒന്നിന് ആവശ്യമുള്ളൂ. അതിൻ്റെയൊക്കെ ആവശ്യം മതി നമുക്ക്. നമ്മുടെ ഷിയേഴ്സ് ഉണ്ടോ ഗൈസ്? ഞാൻ ഒരു ഷിയേഴ്സ് എടുത്തതായിട്ടാണ് ഞാൻ ഷിയേഴ്സ് ഉണ്ടാക്കിയില്ലായിരുന്നു. ഞാൻ ഷിയേഴ്സ് ഉണ്ടാക്കില്ലായിരുന്നു. ഞാൻ ചെല്ലട്ടെ, ആക്സിബോട്ടെ ഉണ്ടാക്കട്ടെ. ഞാൻ ഷിയേഴ്സ് ഉണ്ടാക്കിയില്ലേ ഗൈസ്? ഡൗട്ട് ഷിയേഴ്സ് ഞാൻ ഉണ്ടാക്കിയില്ലേ? ഞാൻ ഉണ്ടാക്കിയതാണല്ലോ. ഇതിലോട്ട് കൊണ്ട് പോയേക്കാം. കൊള്ളാമല്ലോ. അയ്യോ, ഞാൻ ഇപ്പോൾ ഇടിച്ചേനെ. നമ്മൾ ചെറിയ ഫാമൊക്കെ ഉണ്ടാക്കിയായിരുന്നു, അറിഞ്ഞായിരുന്നു? അറിയത്തില്ല, നിങ്ങൾ വീഡിയോ കാണത്തില്ലല്ലോ. സോ നമുക്ക് ഗായ്സ് നമ്മൾ നമ്മുടെ എറൗണ്ട് നമ്മുടെ വീട് എവിടെയാടേ? കണ്ട തോമിയും ക്രീപ്പറും ഒക്കെ പറന്ന് വരും. നമ്മുടെ വീട്ടിലെത്തണം. നമ്മൾ വീട്ടിലോട്ട് ചെസ്സിലോട്ട് മാറ്റിയതല്ലേ? അപ്പം മാറ്റിയായിരുന്നു. വീട്ടിൽ നോക്കിയപ്പോൾ താണ്ട് ഒരുത്തം കിടന്നുറങ്ങുന്നത്. സമ്മതിക്കൂല. നമ്മളെ വീട്ടിൽ കണ്ടവന് കിടന്നുറങ്ങണ്ട വല്ല. എൻ്റെ വീട് അതിലൊന്നും പ്രസക്തിയില്ല. സോ കൂൾ ഗൈസ്, നമുക്ക് തുറന്ന് നോക്കാം. ഞാൻ ഷിയേഴ്സ് ഇവിടെ വെച്ചിട്ടില്ല. പിന്നെ ഞാൻ ഇവിടെ ഷിയേഴ്സ് വെച്ചിട്ടില്ലെന്ന് എനിക്ക് മനസ്സിലായി. തള്ളി ക്രീപ്പർ. എനിക്കൊരു കാര്യം ചെയ്യാം ഗൈസ്, അവനെ വെള്ളത്തിലിട്ടടിക്കാം. ഈ വെള്ളത്തിൽ വാടാ ക്രീപ്പറിൻ്റെ മോനെ. അതെ, ആ പരിപാടി കഴിഞ്ഞു. അതിൻ്റെ വീടിന് വലിയ ഡാമേജ് ഒന്നും ഉണ്ടാക്കില്ല. സോ താഴെ ഒരുപക്ഷെ മൈനിങ് ഏരിയയിലാവാനാണ് ചാൻസ് കൂടുതൽ. ഞാൻ ഉണ്ടാക്കിയതാണല്ലോ ഷിയേഴ്സ്. 2 അയൺ വേണം. സോ മറ്റേത് സ്മെൽറ്റ് ചെയ്യാൻ വെച്ചിരുന്നല്ലോ അല്ലേ? ഇതിനകത്ത് എന്തുകൊണ്ട് 17 ഇതായിട്ടുണ്ട്. ഓക്കെ, ആൻഡ് നമുക്കൊരു കോപ്പറിൻ്റെ ബ്ലോക്ക് ഉണ്ടാക്കി. എനിക്ക് കയ്യിലൊരു അയണില്ലേ? ഫസ്റ്റ് നമുക്കൊരു ഷീൽഡ് ഉണ്ടാക്കി കൈ വെക്കാം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഷീൽഡ് വേണം നമുക്ക്. ഫസ്റ്റ് നമ്മുടെ ഇൻവെൻറ്ററിക്കകത്തൊരു ഇതിനകത്തല്ലല്ലോ, താഴത്തെ ആയില്ല സത്യമായിട്ടും. അയണെടുത്ത് താഴെ മൈൻ ചെയ്തിട്ട് സത്യമായിട്ടും മറ്റേ വെപ്പൺ സ്മിത്തിൻ്റെ സത്വം അയണുണ്ടായിരുന്നു. വീഡിയോ റെക്കോർഡായില്ലെന്ന് ഞാൻ അതല്ലാടാ പറഞ്ഞത് ഗൈസ്. നിങ്ങളും കേൾക്കാനാണ്. വീഡിയോ റെക്കോർഡായിട്ടില്ലായിരുന്നു. സോ നമുക്ക് എന്തായാലും ഫസ്റ്റ് ഒരു ഷീൽഡ് ഉണ്ടാക്കി കൈവെക്കാം. ഒറ്റ അയണിങ് കേട്ടുണ്ട് കയ്യിൽ, അതുകൊണ്ട് നമുക്കത് വെച്ചൊരു ഷീൽഡ് ഉണ്ടാക്കി കൈവെക്കാം. എനിക്കടാ അയണിങ് കേട്ട് സസ്സൊന്നുമില്ല സുഹൃത്തുക്കളെ, ഇവൻ പറഞ്ഞത് നിങ്ങൾ വിശ്വസിക്കണ്ട. നമുക്കൊരു അയൺ ആർമറിലോട്ട് മാറാം. ചേട്ടാ ഞാൻ ശരിക്കും ഉണ്ടാക്കിയില്ലേ? ഞാനൊരു എൻ്റെ ഓർമ്മ അനുസരിച്ച്
സോ ഗായ്സ് ഞാൻ ഷീർ ഉണ്ടാക്കിയെന്നാണ് എൻ്റെ ഓർമ്മ. ബട്ട് ഞാൻ ഷീർ ഉണ്ടാക്കിയിട്ടില്ലെന്ന് എൻ്റെ അനിയൻ പറഞ്ഞു. ഒറ്റയടിക്ക് വേൾഡ് മൊത്തം ഉണ്ടാക്കി അത്രയും ഭാഗം ഡിലീറ്റ് ആയി പോയത്. വാട്ട് ദ ഫക്ക് ഗായ്സ്. ഐറ്റംസ് നല്ലപോലെ മാറുകയും ചെയ്തിട്ടുണ്ട്. അപ്പം ഉണ്ടാക്കുന്ന പണി ഇവിടെ വെച്ച് നിന്നുള്ളൂ. നിൽക്കേ ശരി, ഞാനൊരു കാര്യം ചെയ്യാം. കുറച്ച് അയൺ എടുത്തിട്ട് നിങ്ങളതിനെ കാണിക്കാം. സോ ഗൈസ് നമ്മൾ എത്തിയിട്ടുണ്ട്. ആൻഡ് നമുക്ക് നമ്മളെ ലാസ്റ്റ് ഷെയർ ഉണ്ടാക്കി എന്നാലും ഗൈസ് അങ്ങനെ നമ്മൾ അയൺ തപ്പി എടുത്തിട്ടുണ്ട്. ഗൈസ് ഇതിന് മാത്രം റയറാണ്. എൻ്റെ വീട്ടിലായ ബാക്കിയുള്ള വീടായിരുന്നു, പക്ഷേ എൻ്റെ വീട്ടിലായാലും ഇത് വളരെ റയറാണ്. നിങ്ങളെന്നെ ആലോചിക്കണം, വളരെ എന്ന് വെച്ചാൽ വളരെ റയറാണ്. സോ എന്തായാലും നമ്മളൊരു അയൻ്റെ ഷിയർ ഉണ്ടാക്കിയിട്ടുണ്ട്. സോ ഗൈസ് നമുക്ക് ഷെയറും കിട്ടി. അതിന് നമ്മുടെ കോപ്പർ നേരത്തെ ഉണ്ടാക്കിയിട്ടുണ്ട്. കോപ്പർ ബ്ലോക്കിൻ്റെ നമ്മൾ ഐശ്വര്യമായിട്ട് ഫസ്റ്റത്തെ ഗോലത്തിനെ നമ്മൾ ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. അതിനായിട്ട് ഫസ്റ്റ് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഫസ്റ്റിനെ നമ്മൾ വേണ്ടത് അതെ, നമ്മൾ ഫസ്റ്റ് പങ്കിൻ കാർവ് ചെയ്യണം. നല്ല സിസർ വെച്ചിട്ട് പങ്കിൻ ഇങ്ങനെ ഞെക്കി കഴിഞ്ഞാൽ പങ്കിൻ വേറെ പങ്കിൻ നമ്മൾ ഇതേപോലെ കാർവ് ചെയ്യണം. കാർവ് ചെയ്ത പങ്കിൻ നമ്മൾ പിക്കാസ് വെച്ച് ഇതേപോലെ തല്ലി പൊട്ടിക്കണം. അപ്പോൾ നമുക്ക് കാർവിഡ് പങ്കിൻ നമുക്ക് കിട്ടുന്നുണ്ട്. കാർവിഡ് പങ്ക് കിട്ടിയ നമ്മുടെ കയ്യിൽ ഞാൻ വിചാരിച്ച് ശരിയാണെങ്കിൽ നമ്മുടെ കോപ്പർ ബ്ലോക്ക് നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കോപ്പർ ബ്ലോക്കും കാർവിഡ് പങ്കിന് ഇങ്ങനെ മണ്ടലോട്ട് വെക്കുമ്പോൾ ഫസ്റ്റ് ഗോൾ നമ്മുടെ കോപ്പർ ഗോലം ഇവിടെ വന്നിട്ടുണ്ട്. എന്തെങ്കിലും ആണ് നമ്മൾ പിക്കാസ് കോപ്പർ ഗോളത്തിൻ്റെ സാധനം തല്ലി പൊട്ടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ നേരെ വന്ന് നമുക്ക് ഈ ചെസ്റ്റ് ഇരിക്കുന്ന ഭാഗമില്ലേ എനിക്ക് ഇവിടെ രണ്ടുപേര് നമുക്ക് ഇതേപോലെ പൊട്ടിച്ചിട്ട് ഈ ബ്ലോക്ക് ഇവിടായിട്ട് പ്ലേസ് ചെയ്യാം. അങ്ങനെ നമ്മൾ ഇതിനകത്ത് എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ അത് വെക്കേണ്ടതാണ്. നമുക്കിതിനകത്തുനിന്ന് നമുക്ക് ഈ 8 ഇങ്കട്ട് ഉണ്ടല്ലോ, വെറുതെ എന്തെങ്കിലും വെയിറ്റ് ചെയ്യുന്നത്. നമുക്ക് ഈ ചെസ്റ്റ് ഒന്നകത്തേക്ക് 8 ഇങ്കട്ടും ഇതും കൂടെ വെച്ച് നോക്കി 6 ലീഫും വെക്കാം. ലീഫ് വേറെ 6 ലീഫിൻ്റെ കുറച്ച് ലീഫ് എടുത്ത് കൈ വെക്കാം. അവൻ അവിടെ ചേർട്ടെ. ആൻഡ് നമുക്കിനിയും കുറച്ച് ബീഹൈവ് കണ്ടുപിടിക്കണം. ഈ കൈസ് നമ്മൾ ഇനിയത്തെ ലക്ഷ്യം ബീഹൈവ് കണ്ടുപിടിക്കുന്നതാണ്. കാർവോട് പോയി കാണുമായിരിക്കും. ബിക്കോസ് നമുക്ക് കുറച്ച് മറ്റേ ഹണി കോമ്പ് വേണം. അത് പിന്നെ വാക്സ് ചെയ്യണം, അല്ലെ ശരിയാകത്തില്ല. കാട്ടിലോട്ട് പോകണം. അപ്പം ഇന്നത്തെ ഒരു ഇത്രയോട് ടാറ്റാ.